ഇതാരാണെന്നറിയാമോ? പിള്ളേരെ പിടിക്കുന്നയാളാ. നിന്നെ പിടിച്ചുകൊണ്ടുപോയി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കൈയും കാലും പൊള്ളിച്ച് ഇതുപോലെ പിച്ചക്കിട്ടും. മനസ്സിലായോ? നടക്കിങ്ങോട്ട്. എങ്കിൽ ഇതൊരു സർപ്രൈസ് ആയല്ലോ. എന്താ ഒരു സൂചന പോലും തരാതെ വന്നത്? എന്റെ വരുമാനം എടുത്തു തരാം. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു തരണം. ഞാൻ ചായ എടുക്കാം. അങ്കിളിനെ അറിയാമല്ലോ, അവൾക്ക് ലീവ് കിട്ടാത്തത് കൊണ്ട് ഇനിയൊരു സെർവന്റ് ഉണ്ട്. എങ്കിലും നമ്മൾക്കിടയിലെ സന്തോഷം നമ്മൾ തന്നെ പങ്കുവയ്ക്കണമല്ലോ. ഇതാരാണെന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ ബിസിനസ് പാർട്ട്ണർ മിസ്റ്റർ ഗംഗാധരൻ. ഓ, നമസ്കാരം. ഗൂഗിൾ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. മുടിയിലങ്ങ് പോയല്ലോ. നല്ല തമാശ. കണ്ടില്ല മോനെ, ഞങ്ങളൊക്കെ ഒരു അവാർഡിന് വേണ്ടിയുള്ള മത്സരത്തിലാ. മോനിക്ക് വന്നേ. മോന്റെ പേരെന്താ? എന്റെ പേര് അഭിഷേക്. ഞാനും റിങ്ങൂന്ന് വിളിക്കാം കേട്ടോ. മോൻ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 4th സ്റ്റാൻഡേർഡ്. ആന്റി വന്നില്ലല്ലോ. നിനക്കറിയാലോ അവളുടെ കാര്യം. മമ്മിക്ക് യൂണിവേഴ്സിറ്റി ഓണർഷിപ്പ് പരിപാടി ഇല്ലേ മുഖ്യ? ഗംഗാധരൻ സാറിന് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? വെരി നൈസ്, വളരെ ഇഷ്ടപ്പെട്ടു. ഹലോ പപ്പ, എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് വരാം. നീ കൂട്ടുവാ. ഓണമായിട്ട് ഊണ് കഴിക്കാതെ പോകണം മോനെ. പോരാ. പപ്പ എന്റെ ഫ്രണ്ട്സ് വന്നു. നമുക്ക് പോയി കളിക്കാം. എന്താ മോനെ തിരിച്ചു പോകുന്നത്? സാർ, ഊണ് റെഡിയായിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് ഊണ് കഴിക്കാം. നീ വന്നോ? ജീവന്റെ ഫ്രണ്ട്സൊക്കെ അവര് പുറത്തുണ്ട്. അവര് കഴിച്ചോ? കഴിച്ചു. രാജേന്ദ്ര, റിങ്കു എവിടെ? സാർ, റിങ്കുവിനെ കാണുന്നില്ല. പോയി നോക്കൂ. ഇവിടെ എല്ലായിടത്തും നോക്കി. കുട്ടിയുടെ എവിടെ പോയി? എല്ലാവരെയും രീതി എത്തിച്ചിട്ട് നീ ഇവിടെ വന്നു കണ്ടത് എന്തെങ്കിലും സദ്യ കൊടുക്കും. നല്ലതാ. ഇയാൾ നിന്റെ ആരടാ? ഓണത്തിന് സദ്യ വിളമ്പണ്ട നേരത്ത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഇവനെ ഇനി നീ കുളിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി. താൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല, വളരെ മോശമായി. സാധാരണ നമ്മൾ ഓണത്തിന് സദ്യ ഉള്ളുമ്പോൾ ഇവരെ പോലുള്ളവരെ ആരും നമ്മൾ ഓർക്കാറില്ല. സാധാരണ കേരളത്തിലെ ട്രസ്റ്റുകൾ മാത്രമേ ഇവരെ ശ്രദ്ധിക്കാറുള്ളൂ. എനിക്ക് കുരുന്ന ഹൃദയത്തിനോട് ഒരുപാട് അഭിമാനമുണ്ട്. ഇവനെ നമുക്ക് വളർത്തിയെടുക്കണം. തന്നോട് ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ മകൻ എനിക്ക് കാട്ടിത്തന്ന മാതൃക എന്റെ ജീവിതാവസാനം വരെ ഞാൻ മുമ്പോട്ട് പോകും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അനേകായിരങ്ങൾ വഴിയരികിലും തെരുവോരങ്ങളിലും കിടന്നു പോകുന്നു. അവരുടെ പട്ടിണിയും വിശപ്പും നമ്മളറിയാതെ നമ്മൾ വയറ് നിറയെ കഴിക്കുമ്പോൾ അത് ഓണമാകുന്നില്ല. എന്നാൽ അല്പം മുമ്പ് ഞാൻ ചെയ്തു പോയ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാക്കി. എന്റെ മകൻ എനിക്ക് വഴികാട്ടിയായി. ഇനിയുള്ള ഓരോ ഓണവും എന്റെ ജീവിതാവസാനം വരെ ഈ വീടിന്റെ മുറ്റത്ത് ഇതുപോലെ ഒന്നിച്ചിരുന്ന് പട്ടിണി പാവങ്ങളുമായി ഓണമുണ്ണാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗോപൻ, ഐ വെരി
പ്രൗഡ് ഓഫ് യു. നിന്റെ മനസ്സ് വളരെ മാറി. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി എങ്കിൽ. എടോ മോനെ, നീ നിന്റെ മനസ്സ് വളരെ മാറ്റി. രാജേന്ദ്ര, കുട്ടികൾക്ക് വിളവെക്കൊടു.